നമസ്കാരം. ഓറിയോൺ സ്റ്റഡി സെന്റർ പള്ളിക്കാവിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 പഠിക്കാനുള്ള കെമിസ്ട്രി ടോപ്പിക്കിനെ കുറിച്ചാണ്. ഏകദേശം 16 യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ യൂണിറ്റാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് യൂണിറ്റ് സോളിഡ് സ്റ്റേറ്റ്, 2 സൊല്യൂഷൻസ്, 3 ഇലക്ട്രോ കെമിസ്ട്രി, 4 കെമിക്കൽ കൈനറ്റിക്സ്, 5ാമത്തെ യൂണിറ്റ് സർഫസ് കെമിസ്ട്രി ആണ്. അടുത്തത് ജനറൽ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ്. ഇത് അടുത്തത് പഠിച്ചുകൊണ്ടായിരിക്കും. പി ബ്ലോക്ക് എലമെന്റ്സ്, അത് കഴിഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കണം. അടുത്തുള്ള കേട്ടില്ലാത്തൊരു യൂണിറ്റാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്. ഏകദേശം 9 യൂണിറ്റ് ആണ് ഫസ്റ്റ് ടെക്സ്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ 4 ഓർഗാനിക് കെമിസ്ട്രി യൂണിറ്റാണ് പഠിക്കാറുള്ളത്. അത് വളരെ പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോജീൻസ്, അടുത്തത് ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈഥേഴ്സ്, നെക്സ്റ്റ് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്, അടുത്തത് അമീൻസ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ബയോമോളിക്യൂൾസിനെ കുറിച്ചാണ്. ബയോമോളിക്യൂൾസ് കഴിഞ്ഞാൽ പിന്നെ വളരെ ചെറിയ 2 യൂണിറ്റുകളുണ്ട്. ഒന്ന് പോളിമേഴ്സ്, അടുത്ത ലാസ്റ്റ് യൂണിറ്റ് കെമിസ്ട്രി എവിടെയായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ എക്സാമിന് കവർ ചെയ്യേണ്ട ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഒക്കെയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 നിങ്ങൾക്ക് പഠിക്കാനുള്ള 2ാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2ാമത്തെ യൂണിറ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ 2ാമത്തെ യൂണിറ്റില് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സൊല്യൂഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ സൊല്യൂഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഏതായിരുന്നത് ഷുഗർ സൊല്യൂഷൻ. ഇപ്പൊ ഷുഗർ സൊല്യൂഷൻ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ വസ്തുക്കളാണ് എടുക്കുന്നത്? ഷുഗർ സൊല്യൂഷൻ നിർമ്മിക്കുന്ന വെച്ചാൽ നമ്മൾ ഷുഗർ എടുത്ത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. ഷുഗർ എടുത്ത് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യും. ഈ ഷുഗർ സൊല്യൂഷൻ നോക്കിയാൽ നമ്മൾ എന്തൊക്കെയാണ് പ്രത്യേകത കാണാൻ പറ്റുന്നത്? എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നോക്കിയേ, ഇതിപ്പോ ഷുഗർ സൊല്യൂഷൻ എടുത്ത് വെച്ചേക്കുവാ. ഞാൻ ഈ ഭാഗത്ത് നിന്ന് കുറച്ച് വാട്ടർ എടുക്കുന്ന, അതായത് ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ഷുഗർ സൊല്യൂഷൻ എടുക്കുന്ന, ഈ ഭാഗത്ത് നിന്ന് കുറച്ച് ഷുഗർ സൊല്യൂഷൻ എടുക്കുന്ന, ഏത് ഭാഗത്ത് നിന്ന് കുറച്ച് സാമ്പിൾ എടുത്ത് അതിന്റെ ടേസ്റ്റ് നോക്കിയാലും ഒരേപോലെയാണ്. എല്ലാ ഭാഗത്തും അതിന്റെ പ്രോപ്പർട്ടിയാണ് ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോമോജീനിയസ് ആണ്. +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹോമോജീനിയസ് മിക്സ്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പോണൻസും അതല്ല പ്രോപ്പർട്ടീസും എല്ലാം എല്ലാ ഭാഗത്തും യൂണിഫോം ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ആരൊക്കെയുള്ളത്? ഷുഗർ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഒരു സൊല്യൂഷനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ വസ്തുവിനെയും നമുക്ക് കമ്പോണന്റ് എന്ന് പറയാം. എന്ന് പറയുന്നത് കമ്പോണന്റ് എന്ന് പറയാം. ഇവിടെ എത്ര കമ്പോണന്റ് ഉണ്ട്? 2 കമ്പോണന്റ് ഉണ്ട്. അവിടെ ഷുഗർ ഒരു കമ്പോണന്റ് ആണ്, അതുപോലെ വാട്ടർ ഒരു കമ്പോണന്റ് ആണ്. 2 കമ്പോണന്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഷുഗർ സൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു ബൈനറി സൊല്യൂഷൻ ആണ്. എന്താണ്? ഒരു ബൈനറി സൊല്യൂഷൻ ആണ്. വളരെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, 2 കമ്പോണന്റ് മാത്രമേ ആകാവൂ എന്ന് തോന്നാം. അപ്പൊ ഞാൻ വേറെ കേസ് എടുക്കാം. ഞാൻ കുറച്ച് ഷുഗർ എടുക്കുന്നു, അതേപോലെ തന്നെ കുറച്ച് സാൾട്ട് എടുക്കുന്നു. ഈ ഷുഗറും സാൾട്ടോടെ ഞാൻ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. ഷുഗറും സാൾട്ടോടെ എവിടെ ഡിസോൾവ് ചെയ്യുന്നത്? വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ എത്ര കമ്പോണന്റ് ഉണ്ട്? 3 കമ്പോണന്റ് ഉണ്ട്. പക്ഷെ ഇത് തന്നെയാണ്, സൊല്യൂഷൻ തന്നെയാണ്. അതെ, 1, 2, 3 കമ്പോണന്റ് ഉണ്ട്. ഞാൻ ഈ ഉണ്ടാക്കിയ സൊല്യൂഷന്റെയും ഏത് ഭാഗത്ത് നിന്ന് കുറച്ച് സാമ്പിൾ എടുത്ത് അതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിയാലും അവിടെ എല്ലാം ഒരേപോലെയാണ് ടേസ്റ്റ് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഇതും ഹോമോജീനിയസ് ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, 2ൽ കൂടുതൽ കമ്പോണന്റ് ഉണ്ടോ. ഞാൻ ഇതിൽ നിന്നും നിങ്ങൾക്ക് സൊല്യൂഷനെ കുറിച്ച് ഡെഫിനിഷൻ തരാൻ പോവാം. നമ്മൾ എടുക്കുന്ന ഒരു വസ്തു ഹോമോജീനിയസ് ആയിരിക്കണം. അതേപോലെ തന്നെ 2ഓ അതിൽ കൂടുതലോ കമ്പോണന്റ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വസ്തുവിനെ നമുക്ക് എന്തെന്ന് പറയാം? സൊല്യൂഷൻ എന്ന് പറയാം. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചാലേ ഷുഗർ സൊല്യൂഷൻ, അതേപോലെ ഷുഗറും സാൾട്ടും കൂടെ വാട്ടറിനകത്ത് മിക്സ് ചെയ്യുന്ന, അതേപോലെ തന്നെ നമ്മൾ സ്വർണ്ണാഭരണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ, അതും ഒരു സൊല്യൂഷൻ ആണ്. ഗോൾഡ് കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ഗോൾഡിന്റെ കേസിൽ ഏതൊക്കെ മിക്സ് ചെയ്യുന്ന വെച്ചാൽ ഈ ഗോൾഡ് കോപ്പറുമായിട്ട് മിക്സ് ചെയ്യാറുണ്ടോ? ഇത് സംശയം ഇതൊരു സൊല്യൂഷൻ ആണോ? ഗോൾഡ് കോപ്പറോടെ മിക്സ് ചെയ്യുന്ന സൊല്യൂഷൻ ആണോ? ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. മറ്റൊരു എക്സാമ്പിൾ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എടുക്കുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നു. ഇതൊരു സൊല്യൂഷൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡിനെ
വാട്ടർ ഡിസോൾവ് ചെയ്താൽ കിട്ടുന്ന ഒരു സൊല്യൂഷൻ ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. ഓക്സിജൻ ഗ്യാസ് എടുക്കുന്ന ഓക്സിജൻ ഗ്യാസിനെ വാട്ടറിനകത്ത് മിക്സ് ചെയ്യുന്ന ഇതും ഒരു സൊല്യൂഷൻ ആണ്. ഇത്തരത്തിൽ ഒരുപാട് സൊല്യൂഷൻസിനെ കുറിച്ച് നമുക്ക് ഈ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് ഒക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ പരിചയപ്പെടാം. അത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. അതേപോലെ തന്നെ അതിൽ രണ്ടോ അതിൽ കൂടുതലോ കമ്പോണന്റ്സ് അടങ്ങിയിരിക്കണം. നമ്മളിപ്പോ പരിചയപ്പെട്ട എക്സാമ്പിൾസ് ഒന്ന് ഷുഗർ സൊല്യൂഷൻ പറഞ്ഞ, രണ്ട് സാൾട്ട് സൊല്യൂഷന്, ഗോൾഡ്, കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ ഡിസോൾവ് ചെയ്യുന്ന ഇവയെല്ലാം സൊല്യൂഷൻസിനുള്ള എക്സാമ്പിൾ ആണ്. നേരത്തെ പറഞ്ഞ ഷുഗർ സൊല്യൂഷൻ എന്ത് സൊല്യൂഷൻ ആണ്? ബൈനറി സൊല്യൂഷൻ ആണ്. രണ്ട് കമ്പോണന്റ് ഉള്ളത്. രണ്ട് കമ്പോണന്റ് ഉണ്ടെങ്കിൽ എന്താ പറയും? ബൈനറി സൊല്യൂഷൻസ് എന്ന് പറയും. ഇനി അടുത്ത ടോപ്പിക് നമുക്ക് പരിചയപ്പെടാം. അടുത്ത ടോപ്പിക് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ സൊല്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെ കുറിച്ചാണ് എന്താ ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ്. ഒരു സൊല്യൂഷൻ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഒരു സൊല്യൂട്ട് കാണാം, അതിലൊരു സോൾവെന്റ് കാണാം. സൊല്യൂട്ട് കാണാം, സോൾവെന്റ് കാണാം. ഈ ക്ലാസിഫിക്കേഷൻ മെയിൻ ആയിട്ട് വരുന്നത് ഏതിനെ ബേസ് ചെയ്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം. മെയിൻ ആയിട്ട് വരുന്നത് സോൾവെന്റിനെ ബേസ് ചെയ്താണ്. ഏതിനെ ബേസ് ചെയ്താണ്? സോൾവെന്റിനെ ബേസ് ചെയ്താണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിവിടെ ഫസ്റ്റ് കോളത്തിൽ എടുക്കുന്നതെന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, ഏതൊക്കെ തരത്തിലുള്ള സൊല്യൂഷൻ ആണ് ഉള്ളത്. രണ്ടാമത്തെ കോളത്തിൽ ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ ഈ എടുത്ത സൊല്യൂഷനകത്ത് ഉപയോഗിക്കുന്ന സോൾവെന്റ് ഏത് സ്റ്റേറ്റിലാണ്. നെക്സ്റ്റ് കോളത്തില് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള സൊല്യൂട്ട് ഏത് സ്റ്റേറ്റിലാണ്. അടുത്ത കോളത്തില് നമുക്ക് അവയുടെ എക്സാമ്പിൾസും പഠിക്കാം. അന്നേരം ഈ കോളം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് കോളത്തില് ടൈപ്പ് ഓഫ് സൊല്യൂഷന്, രണ്ടാമത്തെ കോളത്തില് നമ്മൾ ആ സൊല്യൂഷന്റെ കേസിൽ ഉപയോഗിക്കുന്ന സോൾവെന്റ് ഏതാണ്, നെക്സ്റ്റ് കോളത്തില് അവിടുത്തെ സൊല്യൂട്ട് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്, അതേപോലെ തന്നെ അവിടുത്തെ എക്സാമ്പിൾസ് നമുക്ക് പരിചയപ്പെടാവുന്നത്. നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കുക, ഗേഷ്യസ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ്? ഗേഷ്യസ് സൊല്യൂഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പേര് തന്നെ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സോൾവെന്റ് ഗ്യാസ് ആണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻസിനെ പറയുന്നവരാണ് ഗേഷ്യസ് സൊല്യൂഷൻ. നോക്കാം. സോൾവെന്റിന്റെ കേസ് ഞാൻ എടുക്കുന്ന അവിടെ ഗ്യാസ് എടുക്കുന്ന. ഇനി സൊല്യൂട്ട് ഏതൊക്കെയാവാം? സൊല്യൂട്ട് ഞാൻ പല കോമ്പിനേഷൻസ് എടുക്കുന്നത്. ഇവിടെ ഗ്യാസ് എടുത്ത് ഞാൻ ഇവിടെ ഗ്യാസ് തന്നെ എടുക്കുന്നു. നെക്സ്റ്റ് കേസ് എന്ന് വെച്ചാൽ വീണ്ടും സോൾവെന്റ് ഗ്യാസ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ ഞാൻ ഇവിടെ സൊല്യൂട്ടിനെ എടുക്കുന്നത് വെച്ചാൽ ലിക്വിഡ് ആണ്. അടുത്ത കേസിൽ ഇവിടെ വീണ്ടും സോൾവെന്റ് ഗ്യാസ് തന്നെയാണ്, പക്ഷേ അവിടെ ഉപയോഗിക്കുന്ന സൊല്യൂട്ട് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, സോളിഡ് ആണ്. അന്നേരം സോൾവെന്റ് ഈ മൂന്ന് കേസിൽ എന്ത് തന്നെയാണ്? ഗ്യാസ് തന്നെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൊല്യൂഷൻസിന് എന്താണെന്ന് പറയാം? ഇത് സൊല്യൂഷൻ ആണ്, ഗേഷ്യസ് സൊല്യൂഷൻ എന്ന് പറയാം. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ എടുക്കുന്ന കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. ഫസ്റ്റ് കേസിൽ ഗ്യാസ് എടുത്ത്, സെക്കൻഡ് കേസിൽ ലിക്വിഡ് എടുത്ത്, മൂന്നാമത്തെ കേസിൽ സോളിഡ് എടുത്ത്. ഇവയ്ക്കുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. എക്സാമിൽ ചോദിക്കും, ഏതെങ്കിലും ഒരു സൊല്യൂഷൻ തന്നിട്ട് ചോദിക്കും ഈ സൊല്യൂഷൻ ഏത് വിഭാഗത്തിലാണ് വിടുന്നതാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളുടെ എക്സാമ്പിൾസ് എഴുതാം. നോക്കിയാൽ സോൾവെന്റും ഗ്യാസ് ആണ്, സൊല്യൂട്ടും ഗ്യാസ് ആണ്. ഞാൻ ഇവിടെ എക്സാമ്പിൾ എഴുതാൻ പോവാം. ഓക്സിജൻ ഗ്യാസിനെ നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇതിനാണ് ഓക്സിജൻ ഗ്യാസിനെ നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അതെ, നമ്മുടെ സോൾവെന്റ് ഏതാണ്? സോൾവെന്റ് ഇവിടെ ഉപയോഗിക്കുന്നത് വെച്ചാല് നൈട്രജൻ ആണ്. അതുപോലെ സൊല്യൂട്ട് ഉപയോഗിക്കുന്നത് വെച്ചാല് O2 ആണ്. രണ്ട് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല. മറക്കല്ല, ഓക്സിജനും നൈട്രജനും ചേർന്നുള്ള സൊല്യൂഷന് ഫസ്റ്റ് കൂട്ടത്തിൽ വരുന്നതാണ്. ഇനി അടുത്തൊരു കേസ് എടുക്കാൻ പോവാം. ക്ലോറോഫോം എടുക്കണം. ഈ ക്ലോറോഫോം എന്ന് പറയുന്നത് ഇവിടെ സൊല്യൂട്ട് ആണ്. ഈ ക്ലോറോഫോമിനെ നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുന്ന നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഇയാള് ലിക്വിഡാ, സൊല്യൂട്ട്. അടുത്ത ആള് ഗ്യാസ് ആണ്. രണ്ടാമത്തെ കേസിലുള്ള എക്സാമ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സോൾവെന്റ് ഗ്യാസ് ആണ്. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ന് വെച്ചാൽ ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്, നൈട്രജൻ ഗ്യാസ്. ഈ നൈട്രജൻ ഗ്യാസിനെ ഞാൻ കാംഫറുമായിട്ട് മിക്സ് ചെയ്യുന്ന, നമ്മുടെ കർപ്പൂരവുമായിട്ട് മിക്സ് ചെയ്യുന്ന. അവിടെ നിങ്ങൾ നോക്ക്, സോൾവെന്റ് ഗ്യാസ് തന്നെയാണ് നൈട്രജൻ, പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന സൊല്യൂട്ട് ഏതാണ്? സൊല്യൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കർപ്പൂരമാണ്. ഈ എക്സാമ്പിൾ ഓർത്തുവെക്കാൻ ഞാൻ കാര്യം പറയട്ടെ. എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കാൻ, ഈ മൂന്ന് കേസിലും ഞാൻ എടുത്തേക്കുന്ന സോൾവെന്റ് നൈട്രജൻ ആണ്.
എല്ലാ കേസിലും അങ്ങനെ വരുമെന്നല്ല, ഞാൻ ഈ പറഞ്ഞേക്കുന്ന എക്സാമ്പിളിനകത്ത് 3 കേസിൽ ഇതുപോലെ സോൾവെന്റ് എടുത്തേക്കുന്ന നൈട്രജൻ ആണ്. ബാക്കി നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഒരു ഗ്യാസ് പരിചയമുള്ള ഗ്യാസ് ഏതാ? ഓക്സിജൻ. ഓക്സിജനുമായിട്ട് മിക്സ് ചെയ്യുന്ന അടുത്ത കേസിൽ ഒരു ലിക്വിഡ് ആണ്. ലിക്വിഡ് മനസ്സിലോട്ട് വെച്ചേക്കുക. ക്ലോറോഫോമിനെ മിക്സ് ചെയ്യുന്ന അടുത്ത കേസിൽ ഏതിനാണ്? കാംഫറിനെ മിക്സ് ചെയ്യുന്ന. അന്നേരം നമ്മുടെ ഫസ്റ്റ് കേസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഗേഷ്യസ് സൊല്യൂഷൻ അവിടെ എക്സാമ്പിൾ കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് പരിചയപ്പെടാനുള്ളതെന്ന് വെച്ചാൽ ഗേഷ്യസ് സൊല്യൂഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏതായിരിക്കാം? ഗേഷ്യസ് സൊല്യൂഷന്റെ കേസിൽ നമ്മൾ സോൾവെന്റ് ഉപയോഗിച്ചത് ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഞാൻ സോൾവെന്റ് ഉപയോഗിക്കാൻ പോകുന്നത് ലിക്വിഡിനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിനെ ഉപയോഗിക്കുന്നത് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ലിക്വിഡിനെയാണ്. ലിക്വിഡ് ആയിട്ട് സോൾവെന്റ് എടുത്താൽ അങ്ങനെയുള്ള സൊല്യൂഷൻ എന്തെന്ന് പറയാം? അതെന്താ സംശയം? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് തന്നെ പറയാം. എന്താ പറയാ? ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയാം. ഇവിടെയും ഞാൻ ചില കോമ്പിനേഷൻ എടുക്കാൻ പോവാ. എങ്ങനെയായിരിക്കും കോമ്പിനേഷൻ എടുക്കുന്നത്? നേരത്തെ പറഞ്ഞ അതേ കേസ് പോലെ തന്നെ നമുക്ക് ആ ഓർഡർ പഠിച്ചു നോക്കാം. ഇതേ ഓർഡറിൽ എടുക്കുക. ഇവിടെ ഗ്യാസ് എടുക്കുന്ന അടുത്ത കേസിൽ എന്ത് എടുക്കുന്നത്? എങ്ങനെ എടുത്തത്? ഗ്യാസ് എടുക്കുന്ന അടുത്ത ലിക്വിഡ് എടുക്കുന്ന അതിന്റെ അടുത്ത കേസ് ഏതാ എടുക്കുന്നത്? സോളിഡ് എടുക്കുന്ന. മറക്കണ്ട, ഈ 3 കേസിലും ഞാൻ ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ത് തന്നെയാണ്? ലിക്വിഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനുള്ള എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് കേസ് എങ്ങനെയായിരുന്നു? ഒരു സോൾവെന്റിനകത്ത് ഏതാ ഡിസോൾവ് ചെയ്യുന്നത്? ഗ്യാസ്. സോൾവെന്റിനകത്ത് ഗ്യാസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോൾവെന്റിനകത്ത് ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നത് ഏതായിരിക്കാം? സോഡ വെള്ളത്തെ കുറിച്ച് കേട്ടില്ലയോ? സോഡ വെള്ളം എങ്ങനെ നിർമ്മിക്കുന്നത്? എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുന്നത്. വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നു. ഏതാണ്? വാട്ടറിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സോൾവെന്റ് വാട്ടർ ആണ്. അതിനകത്ത് ഒരു ഗ്യാസ് ഡിസോൾവ് ചെയ്തു. ഇനി അടുത്ത കേസ് നോക്കാം. അടുത്ത കേസ് എങ്ങനെയാണ്? അടുത്ത കേസ് എങ്ങനെയാണ്? സോൾവെന്റ് ലിക്വിഡുമാണ്. സൊല്യൂട്ട് എന്താണ്? സോൾവെന്റ് ഏതാണ് എടുത്തിരിക്കുന്നത്? സോൾവെന്റ് ലിക്വിഡുമാണ്. അതുപോലെ സൊല്യൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലിക്വിഡുമാണ്. അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ സോൾവെന്റ് ലിക്വിഡ് ആണ്. സോൾവെന്റ് ലിക്വിഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാനുള്ള കേസ് ഉണ്ടല്ലേ? ആൽക്കഹോൾ ഉണ്ടല്ലേ? ആൽക്കഹോൾ എവിടെ ഡിസോൾവ് ചെയ്യുന്നത്? വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യും. ആൽക്കഹോൾ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്താൽ കിട്ടുന്നത് രണ്ടാമത്തെ ക്ലാസ് ഓഫ് സൊല്യൂഷനുള്ള എക്സാമ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ കേസ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, ആൾറെഡി പറഞ്ഞാണ്. ഞാൻ ഷുഗർ എടുക്കുന്നു. ഷുഗർ എടുത്തിട്ട് എവിടെ ഡിസോൾവ് ചെയ്യുന്ന? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. ഷുഗർ എടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു. ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിൽ പോലും നിങ്ങൾ പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗത്തിൽ പറയാം. ഞാൻ ഈ 3 എക്സാമ്പിൾ ഉപയോഗിച്ചിരിക്കുന്ന സോൾവെന്റ് വാട്ടർ ആണ്. അതുപോലെ ആദ്യ കേസിൽ സൊല്യൂട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത കേസിൽ ആൽക്കഹോൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത കേസിൽ ഷുഗർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷൻ തന്നിട്ട് പറയും ഇത് ഏത് ക്ലാസ് ഓഫ് വിഭാഗത്തിലാണ് വരുന്നത്. 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 2 കേസ് ഡിസ്കസ് ചെയ്തെന്ന് വെച്ചാൽ ഏതൊക്കെയായിരുന്നു? ഗേഷ്യസ് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്ത്, അതുപോലെ തന്നെ ലിക്വിഡ് സൊല്യൂഷൻ ഡിസ്കസ് ചെയ്ത്, അടുത്ത കേസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സോളിഡ് സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനെ കുറിച്ചാണ് എന്താ? സോളിഡ് സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. സോളിഡ് സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഡൗട്ടും ഉണ്ടാവത്തില്ല. അവിടെ ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സോളിഡ് ആയിരിക്കും. അവിടുത്തെ സൊല്യൂട്ട് ഏതോടെ നമ്മൾ എടുക്കുന്നത്? ഫസ്റ്റ് കേസ് ഗ്യാസ് എടുക്കുന്ന, സെക്കൻഡ് കേസിൽ ലിക്വിഡ് എടുക്കുന്ന, മൂന്നാമത്തെ കേസിൽ സോളിഡ് എടുക്കുന്ന. ഇതിൽ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള എക്സാമിന് ആദ്യം പറയാം, ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈ സോളിഡ് കോമ്പിനേഷൻ വരുന്ന എക്സാം ചോദിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുക നമ്മുടെ സ്വർണ്ണാഭരണങ്ങളില്ലോ, സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നത് ഏതിനൊക്കെ മിക്സ് ചെയ്താണ്? കോപ്പറിനെ ചോദിക്കുന്നതാണ്. കോപ്പറിനെ ഗോൾഡുമായിട്ട് മിക്സ് ചെയ്താണ് സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നത്. അതെ, സൊല്യൂട്ടും സോൾവെന്റും എല്ലാം അവിടെ എന്ത് തന്നെയാണ്? സോളിഡ് തന്നെയാണ്. ഇനി അടുത്തൊരു കേസ് നമുക്ക് നോക്കാം. അടുത്ത കേസ് എന്ന് വെച്ചാല് ഇവിടെ ഒരു സോളിഡിനെ ഗ്യാസുമായിട്ട് ചേർക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുന്നത്. ഹൈഡ്രജൻ ഗ്യാസിനെ പലേഡിയവുമായിട്ട് മിക്സ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷൻ. ഇതിനെ മിക്സ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഗ്യാസ് എടുത്ത് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്യുന്ന പലേഡിയം ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യും. ഇനി അടുത്ത ക്ലാസ്സിലുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ അമാൽഗം കേട്ടിട്ടുണ്ടോ? അമാൽഗം എന്ന് പറഞ്ഞാൽ ഏതിന്റെ സൊല്യൂഷൻ ആണ്? മെർക്കുറിയുടെ സൊല്യൂഷൻ ആണ് അമാൽഗം. ഈ അമാൽഗത്തിനെ ഞാൻ ഏതുമായിട്ട് മിക്സ് ചെയ്യുന്ന? സോഡിയമായിട്ട് മിക്സ് ചെയ്യുന്ന. അമാൽഗത്തിനെ ഏതുമായിട്ട് മിക്സ് ചെയ്യുന്ന? സോഡിയമായിട്ട് മിക്സ് ചെയ്യുന്ന. ഒരു കാരണവശാലും വീണ്ടും എടുത്ത് പറയുന്നത് എക്സാമ്പിൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സോളിഡ് സൊല്യൂഷനുള്ള എക്സാമ്പിൾ ഏതാണ് എക്സാമ്പിൾ? ഗോൾഡും കോപ്പറോടും മിക്സ് ചെയ്യുന്നതാണ് സോളിഡ് സൊല്യൂഷനുള്ള എക്സാമ്പിൾ. നമ്മുടെ ക്ലാസിഫിക്കേഷൻ കഴിയണം. നമ്മുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാ? ഈ ക്ലാസിഫിക്കേഷൻ ഏതിനെ ബേസ് ചെയ്താ? സോൾവെന്റ് ഏതാണ് അതിനെ ബേസ് ചെയ്താണ് ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് കേസ് ഗേഷ്യസ് സൊല്യൂഷന്,
രണ്ടാമത്തെ കേസ് ലിക്വിഡ് സൊല്യൂഷന്, മൂന്നാമത്തെ കേസ് ഏതാണ്? സോളിഡ് സൊല്യൂഷൻ ആണ്. ഒരു കാരണവശാലും മറക്കണ്ടാത്ത കേസ് ഏതാണ്? ഒരിക്കലും മറക്കില്ല, ഗോൾഡിന്റെ കേസ്. ഗോൾഡിന്റെ കേസിൽ നമ്മൾ കോപ്പറിനെ എടുത്ത് ഏതോട് മിക്സ് ചെയ്യുന്ന, കോപ്പറിനെ എടുത്ത് ഗോൾഡുമായിട്ട് മിക്സ് ചെയ്യുന്ന, അത് സോളിഡ് സൊല്യൂഷനുള്ള എക്സാമ്പിൾ ആണ്. നമ്മൾ സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു, അതുപോലെ ബൈനറി സൊല്യൂഷൻ എന്താണെന്ന് പഠിച്ചു. ഇത് കഴിഞ്ഞ് നമുക്ക് പരിചയപ്പെടാനുള്ളത്, അതുപോലെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതുമാണ് എങ്ങനെയാണ് ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൊല്യൂഷന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് എന്ന മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നോക്കാം, ഒരു സൊല്യൂഷന്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യാൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഞാൻ ആ മെത്തേഡ് ഇങ്ങോട്ട് എഴുതാം. ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ മാസ് പെർസെന്റേജ്. സൊല്യൂഷന്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യാൻ ഒന്നാമത്തെ മെത്തേഡാണ് മാസ് പെർസെന്റേജ്. രണ്ട് വോളിയം പെർസെന്റേജ്. എന്താണ്? വോളിയം പെർസെന്റേജ്. മൂന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം പെർസെന്റേജ്. എങ്ങനെയാണ്? മാസ് ബൈ വോളിയം പെർസെന്റേജ്. നാലാമത്തെ കേസ് ആണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ. അടുത്ത അഞ്ചാമത്തെ കേസ് മോൾ ഫ്രാക്ഷൻ. മോൾ ഫ്രാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എവിടെയായിട്ടുള്ളത്? കഴിഞ്ഞ വർഷം ഒന്നാമത്തെ നിങ്ങൾ പഠിച്ചാണ് മോൾ ഫ്രാക്ഷൻ. അടുത്ത 6 മൊളാരിറ്റി, അതും പഠിച്ചതാണ്. ദെൻ 7ാമത്തെയാണ് മൊളാലിറ്റി. സൊല്യൂഷന്റെ ശക്തി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 7 മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മാസ് പെർസെന്റേജ്, രണ്ട് വോളിയം പെർസെന്റേജ്, മാസ് കഴിഞ്ഞതാണ് വോളിയം പെർസെന്റേജ്. മൂന്നാമത്തെ കേസ് ഈ രണ്ടെണ്ണം നോക്കി വെച്ചാൽ മതി, മാസ് ബൈ വോളിയം പെർസെന്റേജ്. മാസ് ബൈ വോളിയം പെർസെന്റേജ്. നാലാമത് പാർട്സ് പെർ മില്യൺ. അഞ്ചാമത് മോൾ ഫ്രാക്ഷൻ. 6 മൊളാരിറ്റി. 7 മൊളാലിറ്റി. ഞാൻ ഇതുവരെ എക്സാമിന് കണ്ടുള്ളത് ഈ 4 കേസാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഈ മാസ് പെർസെന്റേജും വോളിയം പെർസെന്റേജും മാസ് ബൈ വോളിയം പെർസെന്റേജും ഒരുപാട് തവണ എക്സാമിന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 7 മെത്തേഡിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഏകദേശം മനസ്സിലായിട്ടുള്ള 7 മെത്തേഡാണ് സൊല്യൂഷന്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതില് ഫസ്റ്റ് മെത്തേഡ് നമുക്ക് പഠിക്കാമെന്ന് വെച്ചാൽ മാസ് പെർസെന്റേജ് മെത്തേഡിനെ കുറിച്ചാണ്. മാസ് പെർസെന്റേജ്. ഞാൻ ഇവിടെ ഒരു സൊല്യൂഷൻ എടുക്കാൻ പോകും. നമുക്ക് എന്തിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു സൊല്യൂഷൻ എടുക്കും. ഈ സൊല്യൂഷനകത്ത് എ എന്ന് പറയുന്ന സൊല്യൂട്ട് ആയിരിക്കട്ടെ. എ എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ട് ആണ്. അതുപോലെ തന്നെ ബി എന്ന് പറയുന്നത് സോൾവെന്റ് ആണ്. എ എന്ന് പറയുന്ന സൊല്യൂട്ടും ബി എന്ന് പറയുന്ന സോൾവെന്റ് ആണ്. രണ്ട് കമ്പോണന്റ് ഉള്ളത്, എയും ഉണ്ട് ബിയും ഉണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ സൊല്യൂഷൻ ആകെ ഒരു 200 ഗ്രാം ഉണ്ടെന്ന്. സൊല്യൂഷൻ മൊത്തത്തിൽ എത്ര ഗ്രാം ആണത്? 200 ഗ്രാം. ഇനി രണ്ട് കമ്പോണന്റ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് എടുക്കുന്നത്. ഇപ്പൊ എ എന്ന് പറയുന്ന കമ്പോണന്റ് എടുക്കുന്നത്. എ എന്ന് പറയുന്ന കമ്പോണന്റ് 10 ഗ്രാം ഉള്ളത്. എ എന്ന് പറയുന്ന കമ്പോണന്റ് 10 ഗ്രാം ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ എ എന്ന് പറയുന്ന കമ്പോണന്റ് മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് പറയുന്നത്. എ എന്ന് പറയുന്ന കമ്പോണന്റ് മാസ് പെർസെന്റേജ് എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ ശ്രദ്ധിക്കുക. മാസ് പെർസെന്റേജ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ എത്ര മാസ് ഉള്ളത്? എ 10 ഗ്രാം ഉള്ളത്. 10 ഡിവൈഡഡ് ബൈ ആകെ സൊല്യൂഷൻ മൊത്തത്തിൽ എത്ര മാസ് ഉണ്ട്? 200 ഗ്രാം ഉണ്ട്. 200 ആകെയുള്ള മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ആ പേരൊന്ന് ശ്രദ്ധിച്ച പെർസെന്റേജ് എന്നല്ലോ. ഒരു കാര്യം ചെയ്താൽ മതി, ഇൻറ്റു 100. സത്യം പറഞ്ഞാൽ ഈ ഡെഫിനിഷനോട് നമ്മുടെ കാര്യമൊന്നുമില്ല. ഏകദേശം ഐഡിയ. ഒരു സൊല്യൂഷൻ എടുത്താൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് എത്ര മാസ് ഉണ്ട് അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ആ സൊല്യൂഷന്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇൻറ്റു 100 കൊടുത്താൽ കിട്ടുന്നതാണ് മാസ് പെർസെന്റേജ്. എക്സാമിൽ ഇത് അധികം ചോദിച്ചിട്ടില്ല. ഒരു സൊല്യൂഷൻ എടുത്താൽ ഒരു കമ്പോണന്റിന്റെ മാസിനെ ആ സൊല്യൂഷന്റെ ആകെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 കൊടുത്താൽ കിട്ടുന്ന വാല്യൂനെ പറഞ്ഞാണ് മാസ് പെർസെന്റേജ്. അവിടെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഈ മാസ് പെർസെന്റേജ് കേസിൽ മുകളിലെ മാസ് അല്ലേ എടുക്കുന്നത്, സൊല്യൂട്ടിന്റെ മാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ താഴെ മാസ് എടുക്കുന്നത്, സൊല്യൂഷന്റെ മാസ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ബ്രാക്കറ്റിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് W ബൈ W എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓർത്ത് വെച്ചേക്കുക. മാസ് പെർസെന്റേജ് കഴിഞ്ഞു ഏകദേശം ഐഡിയ കിട്ടിയവർക്ക് ഞാൻ പറയാതെ തന്നെ വോളിയം പെർസെന്റേജിനെ കുറിച്ച് പറയാവുന്നേ ഉള്ളൂ. എന്തായിരിക്കും വോളിയം പെർസെന്റേജ്? നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് വോളിയം പെർസെന്റേജ്. വോളിയം പെർസെന്റേജ് ആവാം റെപ്രസെന്റ് ചെയ്യുന്നത് വോളിയം. മുകളിലെടുക്കുന്നത് വോളിയമാണ്, അതുപോലെ തന്നെ അതിന്റെ താഴെ എടുക്കുന്നത് വോളിയമാണ്. അതുകൊണ്ട് ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാനൊരു സൊല്യൂഷൻ എടുക്കുന്നു. ഈ സൊല്യൂഷൻ ആകെ എത്ര വോളിയം ഉണ്ടെന്ന് എടുക്കുന്ന ഞാൻ 200 മില്ലി ലിറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എത്രയുള്ളത്? 200 മില്ലി ലിറ്റർ. ഇതിനകത്ത് എയും ഉണ്ട് ബിയും ഉണ്ട്. എയും ഉണ്ട് ബിയും ഉണ്ട്. എ എന്ന് പറയുന്ന ആള് 15 ml ഉള്ളത്. എ എന്ന് പറയുന്ന ആള് 15 ml ഉണ്ട്. ടോട്ടൽ എത്രയാണ്?
200 ml ഉണ്ട്, 200 ml ഉണ്ട്. ഞാൻ ഒരാളുടെ വോളിയത്തിനെ ആ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ആ കമ്പോണന്റിന്റെ വോളിയം പെർസെന്റേജ്. ഞാനിപ്പോ എടുത്തത് എ എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. ഇനി ബി എടുക്കേണ്ടത് കേട്ടെ. ബി ഞാൻ വെറുതെ എടുക്കുന്ന അത് 20 ml ഉള്ള എടുക്കുന്ന 20 ml. 20 ml നെ ആകെയുള്ള വോളിയം ഡിവൈഡ് ചെയ്യുന്ന ആകെയുള്ള വോളിയം 200 ml ആണ്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ച് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് വോളിയം പെർസെന്റേജ്. വോളിയം പെർസെന്റേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച് മെത്തേഡിന്റെ അതേപോലെ തന്നെയാണ്. മുകളിൽ വോളിയം എടുക്കുന്ന താഴെ എന്തിനാണ് എടുക്കുന്നത്? വോളിയം എടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ എടുക്കാൻ പോയി, സൊല്യൂഷൻ എടുക്കാൻ പോയി. സൊല്യൂഷൻ ആകെ 200 ml ഉണ്ട്. എത്രയുണ്ട്? 200 ml ഉണ്ട്. ഈ സൊല്യൂഷനകത്ത് എ എന്ന് പറയുന്ന കമ്പോണന്റും ഉണ്ട്, ബി എന്ന് പറയുന്ന കമ്പോണന്റും ഉണ്ട്. എ എന്ന് പറയുന്ന ആളിപ്പോ ഒരു 10 മില്ലി ആണ് കേട്ടെ. ഞാൻ എയുടെ വോളിയം പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പോവാ. വോളിയം പെർസെന്റേജ് ഓഫ് എ ഈസ് ഈക്വൽ ടു മുകളിൽ എടുക്കുന്നത് എയുടെ വോളിയം എടുക്കുന്നു. എയുടെ വോളിയം എന്ന് വെച്ചാൽ 10 മില്ലി ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. ടോട്ടൽ വോളിയം 200 ml ആണ്, ഇൻടു 100. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടും? വോളിയം പെർസെന്റേജ് കിട്ടും. ചുരുക്കി പറയാം, ഏത് കമ്പോണന്റ് ആണ് വോളിയം പെർസെന്റേജ് കണ്ടുപിടിക്കേണ്ടത്? അയാളുടെ വോളിയത്തിനെ സൊല്യൂഷന്റെ ടോട്ടൽ വോളിയം ഡിവൈഡ് ചെയ്യുക, ഇൻടു 100 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന മെത്തേഡ് ആണ് ഏതാണ്? വോളിയം പെർസെന്റേജ്. രണ്ട് മെത്തേഡായി. മാസ് പെർസെന്റേജ് കഴിഞ്ഞ വോളിയം പെർസെന്റേജ് കഴിഞ്ഞ വോളിയം പെർസെന്റേജിനെ റെപ്രസെന്റ് ചെയ്യുന്നത് V/B എന്ന് പറഞ്ഞിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ മെത്തേഡിലോട്ട് കടക്കാം. മൂന്നാമത്തെ മെത്തേഡ് എന്തുവാ? മാസ് ബൈ വോളിയം പെർസെന്റേജ്. മൂന്നാമത്തെ മെത്തേഡാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. മാസ് ബൈ വോളിയം മെത്തേഡിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഡീറ്റെയിൽഡ് ഇക്വേഷൻസ് ഒന്നും പഠിക്കാനില്ല. ഒരു 100 മില്ലി സൊല്യൂഷൻ എടുക്കുന്നു. എത്ര എടുക്കുന്നത്? 100 മില്ലി സൊല്യൂഷൻ എടുക്കുന്നു. 100 മില്ലി സൊല്യൂഷനകത്ത് എത്ര മാസ് സൊല്യൂട്ട് ഉണ്ട്? 100 മില്ലി സൊല്യൂഷനകത്ത് എത്ര മാസ് സൊല്യൂട്ട് ഉണ്ട്? അതിനെ പറഞ്ഞാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. എന്താണ് ഒന്നുകൂടെ പറയാം. നമ്മൾ എടുക്കുന്ന സൊല്യൂഷൻ ഇപ്പൊ 100 മില്ലി ആണ് കേട്ടോ. ആ 100 മില്ലി എത്ര മാസ് സൊല്യൂട്ട് ഉണ്ട്? അതിനെ പറഞ്ഞാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. ഇതിന് മൂന്ന് മെത്തേഡായി. മാസ് പെർസെന്റേജ് ആയി, അതേപോലെ തന്നെ വോളിയം പെർസെന്റേജ് ആയി, മാസ് ബൈ വോളിയം പെർസെന്റേജ് ആയി. അതുകൊണ്ട് ഈ നാലാം ടേമിലെ ഇത് ഉറപ്പായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾ പ്ലസ് 1 ഒക്കെ കേട്ടിട്ടുണ്ട്, ചിലർക്ക് യൂണിറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്? പാർട്സ് പെർ മില്യൺ. അതിന്റെ പ്രധാന ഒരു കാര്യം എനിക്ക് ആദ്യം പറയാൻ തന്നെ ഉള്ളത്, നിങ്ങൾ ചിലപ്പോൾ മറന്നുപോകും. പാർട്സ് പെർ മില്യൺ എക്സാമിന് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടല്ലേ, അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ് എക്സാമിൽ ചോദിക്കും. അതായത് നിങ്ങൾ പറഞ്ഞാൽ ഏതാണ് ഉപയോഗിക്കുന്നത്? പാർട്സ് പെർ മില്യൺ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ വാട്ടർ പൊല്യൂഷൻ ഇല്ലയോ, വാട്ടർ പൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് പാർട്സ് പെർ മില്യൺ തന്നെയാണ്. അതുപോലെ ഇതിൽ പെടുന്നത് തന്നെയാണ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സൊല്യൂഷൻ എടുത്തു വെച്ചു, അവിടെ എ ഉണ്ട്, ബി ഉണ്ട്. എനിക്കിപ്പം എയുടെ പാർട്സ് പെർ മില്യൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷനകത്ത് എ എത്ര പാർട്ട് ഉണ്ടെന്ന് എടുക്കണം. ആ സൊല്യൂഷനകത്ത് എ എത്ര പാർട്ട് ഉണ്ടെന്ന് എടുക്കണം. അതിനെ ആ സൊല്യൂഷനകത്തുള്ള എല്ലാ കമ്പോണന്റിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനകത്ത് എ ബി സിയും ഡിയും എല്ലാം ഉണ്ടെന്നിരിക്കട്ടെ. എ എത്ര പാർട്ട് ഉണ്ടെന്ന് എടുക്കുന്ന അതിനെ എന്തും ഡിവൈഡ് ചെയ്യുന്ന എല്ലാ കമ്പോണന്റിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് എടുക്കുന്ന അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന into 10 raised to 6 into 10 raised to 6 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പാർട്സ് പെർ മില്യൺ കിട്ടുന്നത്. പ്രധാനപ്പെട്ട ഒന്നുകൂടെ എടുത്ത് പറയുക, ഏതെങ്കിലും ഒരു കമ്പോണന്റ് എത്ര പാർട്ട് ഉണ്ടെന്ന് എടുക്കുന്ന അതിനെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന into 10 raised to 6 ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് പാർട്സ് പെർ മില്യൺ. ഇത് ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. സാധാരണ ഈ മെത്തേഡ് ഉപയോഗിക്കുന്ന കേസിൽ അവിടെ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രേസ് ക്വാണ്ടിറ്റി ആയിരിക്കും. എങ്ങനെയായിരിക്കും? ട്രേസ് ക്വാണ്ടിറ്റി ആയിരിക്കും. വളരെ കുറഞ്ഞ അളവിലായിരിക്കും അവിടെ എന്തടങ്ങിയിരിക്കുന്നത്? സൊല്യൂട്ട് അടങ്ങിയിരിക്കുന്നത്. വളരെ കുറഞ്ഞ അളവില് സൊല്യൂട്ട് അടങ്ങിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പേരാണ് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്ന് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നത് ppm എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ppm എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് സാധാരണ ഉപയോഗിക്കുന്നത് സൊല്യൂട്ട് വളരെ കുറഞ്ഞ അളവിലായിരിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയണം, ഏതെങ്കിലും ഒരാൾ എത്ര പാർട്ട് ഉണ്ടോ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് പാർട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട്
10⁻⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പാർട്സ് പെർ മില്യൺ കിട്ടുന്നത്. മാസ് പെർസെന്റേജ് ആയി, വോളിയം പെർസെന്റേജ് ആയി, മാസ് ബൈ വോളിയം പെർസെന്റേജ് ആയി, അതുപോലെ പാർട്സ് പെർ മില്യൺ ആയി. അടുത്ത കേസ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ് മോൾ ഫ്രാക്ഷൻ. ഈ മോൾ ഫ്രാക്ഷൻ വെച്ചാൽ +1 എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അന്ന് ഡെഫിനിഷനോട് ഞാൻ കടക്കുന്നൊന്നുമില്ല. ഇപ്പം നേരത്തെ അതേപോലെ നേരത്തെ കേസ് പോലെ ഞാൻ സൊല്യൂഷൻ എടുക്കുന്നത്. ഈ സൊല്യൂഷനകത്ത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇപ്പൊ എ ഉള്ളത് NA നമ്പർ ഓഫ് എ ഉണ്ട്, ബി എത്ര മോളുണ്ടെന്ന് വെച്ചാൽ NB ഉണ്ടെന്നിരിക്കട്ടെ, സി എത്ര മോളുണ്ടെന്ന് വെച്ചാൽ NC ഉണ്ടെന്നിരിക്കട്ടെ. NA number of moles of A, NB number of moles of B, NC number of moles of C. ഞാൻ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന A യുടെ കേസാണ്. ഈ മോൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൈ എന്ന് പറയുന്ന ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നതോ. പിന്നെ A യുടെ കേസ് കണ്ടുപിടിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് A is equal to ഇത് കണ്ടുപിടിക്കാൻ എന്തുവരെ ചെയ്യുന്നത് A എത്ര മോൾ ഉണ്ടെന്ന് നോക്കണം. A എത്ര മോൾ ഉള്ളത്? A ഉള്ളത് NA number of moles ആണ്. അതിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കിട്ടും? ഈ ബി സി വാല്യൂടെ ഉള്ളത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കിട്ടും? NA പ്ലസ് NB പ്ലസ് NC. ഒരാളുടെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ കിട്ടും. നീ NB യുടെ കേസ് ഒക്കെ പറയണോ? NB ആണെങ്കിൽ എന്തുവാ? കൈ ബി എങ്ങനെ കിട്ടും? NA യുടെ സ്ഥാനത്ത് NB വരും. NB ഡിവൈഡ് ബൈ എന്ത് വരും? NA പ്ലസ് NB പ്ലസ് NC. NA പ്ലസ് NB പ്ലസ് NC. ഇതേപോലെ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, ഇങ്ങനെ എക്സെട്ര ഒരുപാട് പേരുണ്ട് കേട്ടെ. എത്ര പേരുണ്ടെങ്കിലും ഈ മോൾ ഫ്രാക്ഷൻ എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന തുക ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ chi1 പ്ലസ് chi2 പ്ലസ് chi3 പ്ലസ് എക്സെട്ര പ്ലസ് chi_n ഉണ്ടെന്നിരിക്കട്ടെ. ഇവയെല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന തുക 1 ആയിരിക്കും. ഓർത്ത് വെച്ചേക്കണം. ഈ പ്രോബ്ലം ഒക്കെ ചെയ്യുന്ന കേസില് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാ. മോൾ ഫ്രാക്ഷൻ എല്ലാം കൂട്ടുമ്പോൾ അവസാനം കിട്ടുന്ന തുക എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണെങ്കിൽ ഇത് ഞാൻ വേറെ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മൾ എടുത്ത സൊല്യൂഷനകത്ത് NA കമ്പോണന്റ് വരെ ഉണ്ടോ കേട്ടെ. N1 ഉണ്ട്, N2 ഉണ്ട്, N3 ഉണ്ട്, എക്സെട്ര NI കമ്പോണന്റ് വരെ ഉണ്ട്. ഞാനിപ്പോ മോൾ ഫ്രാക്ഷൻ എഴുതാൻ പോകുന്നത് വെച്ചാൽ ith കമ്പോണന്റ് ആണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് I is equal to എത്ര മോളുള്ളത്? NI മോള്. NI മോളിനെ എന്ത് ഡിവൈഡ് ചെയ്യണം? N1 പ്ലസ് N2 പ്ലസ് N3 എക്സെട്ര പ്ലസ് NI. ഇനി ഇവിടെ തുകയല്ലേ എടുക്കുന്നത്? അതുകൊണ്ട് നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെ എഴുതാം NI ഡിവൈഡഡ് ബൈ ഇവിടെ തുകയില്ലയോ, അതുകൊണ്ട് നമുക്ക് എഴുതാം സം ഓഫ് NI കൊടുക്കാം. എന്ത് കൊടുക്കാം? സം ഓഫ് NI കൊടുക്കാം. അന്നേരം എത്രാമത്തെ മെത്തേഡ് എഴുതുന്നത്? 5ാമത്തെ മെത്തേഡ് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ കേസ് പറയാം. എങ്ങനെയാന്ന് വെച്ചാൽ ഒരാളുടെ നമ്പർ ഓഫ് മോൾസിനെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മോൾ ഫ്രാക്ഷൻ. ഇപ്പൊ A ഉം B ഉണ്ടെന്ന് ഇരിക്കട്ടെ. A ഉം B ഉണ്ടെങ്കിൽ NA ഡിവൈഡ് ബൈ NA പ്ലസ് NB. ഇനി B യുടെ കേസ് ആണെങ്കിലോ NB ഡിവൈഡ് ബൈ NA പ്ലസ് NB. അതേപോലെ ഇനി എത്ര മോൾ ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ പോലും ഈ മോൾ ഫ്രാക്ഷനിലാണ് കൂടാൻ കിട്ടുന്ന തുക എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി ith കമ്പോണന്റ് ഉണ്ടെങ്കിൽ NA ഡിവൈഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് എക്സെട്ര പ്ലസ് NI. അത് ഞാൻ ഒന്ന് മാറ്റി എഴുതാൻ കിട്ടും chi is equal to NI divided by sum of NI കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇത്രയും മെത്തേഡ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി എക്സാമിന് പ്രോബ്ലം ചോദിക്കുന്ന 2 മെത്തേഡ് ഉണ്ട്. അതായത് രണ്ട് മെത്തേഡ് നമുക്ക് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം. ഒന്ന് മൊളാരിറ്റിയും രണ്ടാമത്തെ മെത്തേഡ് മൊളാരിറ്റിയാണ്. ഒന്ന് മൊളാരിറ്റി, അടുത്ത മൊളാരിറ്റി. എങ്ങനെ കമ്പയർ ചെയ്യാം? ഈ മൊളാരിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് M ഉപയോഗിച്ചാണ്. ക്യാപിറ്റൽ ലെറ്റർ M ആണ്. അത് അകല്. ഈ മൊളാരിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ M ഉപയോഗിച്ചാണ്. ഏറ്റവും എളുപ്പമായിട്ട് ഞാൻ പറയാം. 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കും. എത്ര ലിറ്റർ എടുക്കുന്നത്? 1 ലിറ്റർ സൊല്യൂഷൻ എടുക്കും. 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര മോള് സൊല്യൂട്ട് ഉണ്ട്? 1 ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര മോള് സൊല്യൂട്ട് ഉണ്ട്? അതിനെ പറയുന്ന പേരാണ് മൊളാരിറ്റി. എന്നിട്ട് 1 ലിറ്റർ സൊല്യൂഷൻ എടുത്താല് അതില് എത്ര മോള് സൊല്യൂട്ട് ഉണ്ട്? ഇതിനെ പറയുന്നതാണ് മൊളാരിറ്റി. ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? മൊളാരിറ്റി M is equal to, ശ്രദ്ധിച്ചോണേ, മൊളാരിറ്റി M is equal to number of moles of solute. Number of moles of solute divided by volume of solution in liter. Volume of solution in
liter. ശ്രദ്ധിച്ചേ, molarity is equal to number of moles of solute divided by volume of solution in liter. ഏകദേശം ശൈലിയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് molarity കൂടെ പരിചയപ്പെടാം. ലെറ്ററിന്റെ കേസ് ഒക്കെ പറഞ്ഞാ സ്മാൾ ലെറ്റർ എം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നതോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും എളുപ്പം പറയാം. 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ എത്ര എടുക്കുന്നോ? 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ അതിൽ എത്ര മോള് സൊല്യൂട്ട് ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലാവില്ല ഇങ്ങനെ കേട്ടാലോ. 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ അതിൽ എത്ര മോള് സൊല്യൂട്ട് ഉണ്ട്, അതിനെ പറയുന്ന പേരാണ് മൊളാരിറ്റി. എന്നിട്ട് ഈ ഇക്വേഷൻ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞേ എങ്ങനെ വരുമായിരിക്കാം. കണ്ടേ, സ്മാൾ ലെറ്റർ m is equal to മോളല്ലേ എടുക്കേണ്ടതോ, അന്നേരം മുകളിലോ തന്നെയാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ എന്തായിരിക്കാം ഇവിടെ ആരുടെ മാസം എടുക്കുന്നത്? സൊല്യൂട്ട്. ഏതിന്റെ മാസം എടുക്കുന്നത്? ഞാൻ ഇവിടെ സൊല്യൂട്ട് എന്നാണോ പറഞ്ഞത്? അത് വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ എടുക്കുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം കേട്ടോ, മാറിപ്പോയല്ലോ. നമ്മളിവിടെ എടുക്കുന്നത് മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ അതിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്. ഈ ഇക്വേഷൻ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഡൗട്ട് ആയിക്കോട്ടെ, നമ്മളെ പറയാം. മൊളാരിറ്റി എന്ന് വെച്ചാൽ 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ അതിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്. അടുത്ത നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മൊളാരിറ്റിയുടെ പ്രത്യേകത. റെപ്രസെന്റ് ലെറ്റർ ഏതാണ്? സ്മാൾ ലെറ്റർ ആണ്. സിമ്പിൾ ആയിട്ട് പറയാം. 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ എത്ര എടുക്കുന്നത്? 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ അതിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്? 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ അതിനകത്ത് എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്, അതിനെ പറയുന്ന മൊളാരിറ്റി. ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? സ്മാൾ ലെറ്റർ m is equal to number of എന്താണ്? number of moles of solute, number of moles of solute divided by ആരുടെ മാസം എടുക്കുന്നത്? സോൾവെന്റ് മാസം എടുക്കുന്നത്. അന്നേരം നോക്കിയേ, മാസ് ഓഫ് സോൾവെന്റ് ഏതിലുള്ള മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം, മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. അന്നേരം എക്സാമിന് ചോദിക്കും കേട്ടോ ഈ മൊളാരിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഒന്നിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ m ഉപയോഗിച്ചാണ്, അടുത്തതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ m ഉപയോഗിച്ചാണ്. ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ 1 ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ എന്താണ്? 1 ലിറ്റർ സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്. രണ്ടാമത്തെ കേസോ 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ എത്ര മോൾ സൊല്യൂട്ട് ഉണ്ട്. ഇനി ഇതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഫസ്റ്റ് കേസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? സ്മാൾ ലെറ്റർ m is equal to number of moles of solute divided by mass of solvent in kilogram. അന്നേരം ഈ കോൺസെൻട്രേഷൻ മെത്തേഡ് എല്ലാം കഴിഞ്ഞ ജസ്റ്റ് ആ പേര് മാത്രം നമുക്ക് നോക്കാം. മാസ് പെർസെന്റേജ്, 2 വോളിയം പെർസെന്റേജ്, 3 മാസ് ബൈ വോളിയം പെർസെന്റേജ്, 4 പാർട്സ് പെർ മില്യൺ, 5 മോൾ ഫ്രാക്ഷൻ, 6 മൊളാരിറ്റി, 7 മൊളാരിറ്റി. ഏകദേശം ഐഡിയ കാണാം. ഇത്രയും ടോപ്പിക് ഡിസ്കസ് ചെയ്ത് എന്താണ് സൊല്യൂഷന്. രണ്ടാമത് എന്തായിരുന്നു പഠിച്ചത്? രണ്ടാമത് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ. മൂന്നാമത് എന്താ പഠിച്ചത്? കോൺസെൻട്രേഷൻ, സൊല്യൂഷന്റെ ശക്തി എങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഏകദേശം ഐഡിയ കാണുമെന്ന് വിശ്വസിക്കുന്നു.